വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ശാരദാമ്മ ഒന്ന് പിടിക്കുമ്പോൾ ശാരദാമ്മയോ ഒന്നിങ്ങനെ ചോദിക്കുകയാണ്, നേരം ശബ്ദമുണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ ശാരദാമ്മ പിടിച്ച് റോഡിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് അങ്ങ് ബുള്ളറ്റ് വിജയനും രാജാക്കണ്ണും കാണാതെ അങ്ങ് മറച്ചു നിർത്തുകയാണ്. ഇതേസമയം രാജാക്കണ്ണൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അങ്ങ് പോകുന്നുണ്ട്. ബുള്ളറ്റ് വിജയന് ഒരു ഫോണും വരുന്നുണ്ട്. എന്നിട്ട് സാർ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിജയൻ വണ്ടി എടുത്തങ്ങ് പോവുകയാണ്. തുടർന്ന് ആശ്വാസമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ പറയുകയാണ്, മോൻ രക്ഷപ്പെടരുത് എന്ന് കരുതുന്ന കുറേ ആൾക്കാരുണ്ട്. മോനെ അപായപ്പെടുത്താൻ നടത്തുന്ന അയാളുടെ അടുത്തേക്കാണ് മോനിപ്പോൾ സഹായം ചോദിക്കാനായിട്ട് പോയതെന്ന് പറയുമ്പോൾ അയാളോ എന്തിന് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പഞ്ചകൈലാസത്തിൽ അന്ന് നടന്നത് എന്താണെന്ന് മോന് മാത്രമേ അറിയൂ. മോൻ രക്ഷപ്പെടരുത്, മോൻ മരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, ആ രഹസ്യം പുറത്തു വരരുത് എന്നാഗ്രഹിക്കുന്ന കുറച്ചൊക്കെ പേരുണ്ടാവും. അക്കൂട്ടത്തിൽ ഒരാളാണ്. പക്ഷേ അതൊക്കെ പുറത്ത് വരണമെങ്കിൽ അന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മോൻ പറഞ്ഞേ മതിയാകൂ, പറയുകയാണ്. അന്നേരം കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയും മോനെ എന്ന് പറയുമ്പോൾ അന്ന് ആ മഞ്ഞിൻ്റെ കൂടാരത്തിലേക്ക് എൻ്റെ വിറങ്ങലിച്ച ശരീരവും കൂടി പോകണം എന്നുള്ളൊരു ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ പറയുകയാണ്. പക്ഷെ അത് പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. ആ പഞ്ചകൈലാസത്തിലെ ആ മഞ്ഞും മലയും ഒക്കെയാണ് കാണിക്കുന്നത്. അന്നേരം ശാരദാമ്മയോട് രോഹിത്തെല്ലാം പറഞ്ഞിട്ടുണ്ടാകാം. ഇതേസമയം സത്യഭാമയുടെ വീട്ടിൽ പ്രീതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഭാമ. പുറമൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്, മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, ഒരാവശ്യത്തിന് നോക്കിയാൽ പൊന്നിയെ കാണില്ല, ഇവളിത് എവിടെ പോയി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രീതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേസമയം രാഘവൻ നായർ വീൽ ചെയറിൽ മുറിയിലേക്ക് വരുന്നുണ്ട്. ഈ താഴെ സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത രാഘവൻ നായർ എങ്ങനെ മുകളിലെത്തി എന്നുള്ളത് കുറേ സീനിൽ കാണിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ലായിരിക്കാം. ഇനിയിപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ രാഘവൻ നായർ വന്ന് ചോദിക്കുന്നുണ്ട്, അവരെ ഇതുവരെ ഫോണിൽ കിട്ടിയില്ലേ എന്ന്. അന്നേരം ഇല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ, എവിടെ പോയി കിടക്കുന്നു എന്തോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിള്ള ഒരു ലെറ്ററുമായിട്ട് വരുന്നത്. ഒരു രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു, ശാലിനി കുഞ്ഞിൻ്റെ പേരിലാണ്, ഞാനിങ്ങ് ഒപ്പിട്ട് വാങ്ങിയെന്ന് പിള്ള പറയുകയാണ്. അന്നേരം വല്ലവർക്കും വന്നതൊക്കെ എന്തിനാണ് ഒപ്പിട്ട് വാങ്ങിയത് എന്നൊക്കെ സത്യഭാമ ചോദിച്ച് ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം പുതിയ അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ച് എത്തിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാകില്ലേ, ഇനിയിപ്പോൾ വല്ല അത്യാവശ്യമുള്ളതാണെങ്കിലോ എന്നൊക്കെ പിള്ള പറയുന്നുണ്ട്. അന്നേരം അതങ്ങ് അത്യാവശ്യമുള്ളതാണോ എന്നൊക്കെ പറയുമ്പോൾ ഭാമ ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് സത്യഭാമ ലെറ്റർ അങ്ങ് വാങ്ങിയിട്ട് ഇതിപ്പോൾ ഇനി ആര് കൊണ്ട് കൊടുക്കാനാണ്, പൊന്നിയുമില്ല സുസ്മിതയുമില്ല, പിന്നെ ആര് കൊണ്ടുപോകും, ഇനി ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം എന്നങ്ങ് ഭാമ പറയുകയാണ്. അന്നേരം രാഘവൻ നായരങ്ങ് സത്യഭാമയെ നോക്കുകയാണ്. ഒരു കള്ളത്തരത്തോടു കൂടിയാണ് സത്യഭാമ അതൊക്കെ പറയുന്നത്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ നീ അതിന് വിഷമിക്കണ്ട, പിള്ളയുടെ കൈ കൊടുത്താൽ പിള്ള അങ്ങ് കൊടുത്തേക്കുമെന്ന്. അന്നേരം ഞാൻ കൊടുക്കാൻ സത്യാമ്മയെന്നും പറഞ്ഞ് പിള്ള അത് വാങ്ങിക്കാൻ പോകുമ്പോൾ വേണ്ട, എനിക്ക് അതുവഴി പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്, അപ്പോൾ ഞാൻ കൊടുത്തേക്കാന്ന് പറയുകയാണ്. അന്നേരം എന്ത് അത്യാവശ്യം എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അത് എനിക്ക് അവിടെ എവിടെയെന്നും പറഞ്ഞ് ഭാമ തപ്പുകയാണ്. അന്നേരം രാഘവൻ നായർക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു കള്ളം കൂടി പറയാനായിട്ട് നീ തപ്പണ്ട, നീ ആദ്യമേ പറഞ്ഞു തുടങ്ങിയപ്പോഴേ നിന്റെ മുഖത്തു നിന്ന് ഞാൻ വായിച്ചെടുത്തതാണ് എന്ന് രാഘവൻ നായർ പറയുകയാണ്. അന്നേരം എന്താ ഞാൻ കള്ളം പറഞ്ഞു എന്ന് ഭാമ ഇങ്ങനെ ചോദിക്കുമ്പോൾ, നിനക്ക് വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും വീട്ടിൽ പോയി നമ്മളെ പാറുകുട്ടി ഒന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ, നടക്കട്ടെ എന്നിങ്ങനെ തലയാട്ടി പറയുകയാണ്. അന്നേരം തൻ്റെ കള്ളത്തരം രാഘവൻ നായർ കണ്ടുപിടിച്ചു എന്നോ ഭാമയ്ക്ക് ഒരു ചെറിയ ചമ്മലും പക്ഷെ ദേഷ്യമൊക്കെ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് മാറി നിന്ന് പിള്ളേന്ന് പറഞ്ഞിട്ട് ആ ലെറ്ററുമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ശാലിനിക്കുള്ള IAS ഇൻ്റർവ്യൂവിൻ്റെ രജിസ്റ്ററോടോ എന്തെങ്കിലും ആയിരിക്കും. തുടർന്ന് രാഘവൻ നായർ ആ കോമ സ്റ്റേജിൽ കിടക്കുന്ന പ്രീതിയെ നോക്കി കുറേ നേരം വിഷമത്തോടെ ഇരിക്കുകയും കയ്യിലൊക്കെ പിടിച്ചിട്ട് മോളെ എന്നൊക്കെ വിളിച്ച് അങ്ങ് സങ്കടത്തോടെ കുറേ നേരം പ്രീതിയുടെ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മ രോഹിത്തിനെയും കൂടി തിരിച്ച് രാജ്യമ്മയുടെ കുടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. രാജ്യമ്മയോട് കഥകളൊക്കെ പറയുകയാണ്. അന്നേരം രാജ്യമ്മയ്ക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഒരു പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ ആയ കാര്യങ്ങളാണ് എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. എന്നാലും പകയും വിദ്വേഷവും ഒക്കെ ഒരു ഭർത്താവിനോട് മനസ്സിൽ സൂക്ഷിക്കുകയും പിന്നെ കൊക്കയിലേക്ക് ചിലപ്പോൾ തള്ളിയിടാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ അതിനുശേഷം അവളുടെ കാല് പിടിച്ച് ഇവൻ കിടന്ന് കരഞ്ഞപ്പോൾ ആ കാല് കൊണ്ടല്ലേ ചവിട്ടി അവൾ തള്ളിയിട്ടത്. ഒരു മനുഷ്യജീവിയോട്, ഒരു പെണ്ണിന് അല്ലെങ്കിൽ വേറെ ആർക്കായാലും, ഒരു ഭർത്താവിനോടെന്നല്ല ഏതെങ്കിലും ഒരു മനുഷ്യജീവിയോട് ആർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ അങ്ങ് രാജ്യമ്മ പറയുമ്പോൾ അതാണ് സുസ്മിത എന്ന രക്തയക്ഷി എന്നൊക്കെ അങ്ങ് രോഹിത് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ രാജ്യമ്മ പറയുന്നുണ്ട്, അപ്പോൾ ബുള്ളറ്റ് വിജയനും ഇവനെ സുസ്മിതയുടെ ആളായിരിക്കും ബുള്ളറ്റ് വിജയനെയും പറഞ്ഞു വിട്ടതെന്ന് രാജ്യമ്മ ചോദിക്കുകയാണ്. അന്നേരം അത് ഉറപ്പ് തന്നെയാണ്, ഒരു ബോസ് എന്ന് പറഞ്ഞ ആളാണ്
എന്നാണ് പറഞ്ഞു വിട്ടത്. ഞാൻ അവരുടെ ഫോൺ സംസാരമൊക്കെ കേട്ടു. രോഹിത്തിനെ കിട്ടിയാൽ എങ്ങനെ കൊല്ലണം എന്ന് വരെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നൊക്കെ ശാരദാമ്മ പറയുമ്പോൾ അങ്ങ് വിഷമത്തോടെ രോഹിത്ത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. കൂടെ ശാരികയുമുണ്ട്. തുടർന്നും രാച്ചിയമ്മ പറയുന്നുണ്ട്, രോഹിത്തിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് വേണ്ടാത്ത കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അവനെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. ഈ ബുള്ളറ്റ് വിജയൻ എന്ന് പറയുന്നത് ഇവിടെ കിടന്ന് വളർന്നവനാണ്. മലമുകളിലെ മുത്തപ്പൻ്റെ ക്ഷേത്രത്തിൽ ആരോ പിഴച്ച് പ്രസവിച്ചിട്ട് പോയതാണ്. ഈ കോളനിയിലെ അമ്മമാരെല്ലാം കൂടി ചേർന്നാണ് വളർത്തിയത്. എങ്ങനെയോ 10ാം ക്ലാസ് പാസ്സായി പോലീസായി. പക്ഷേ അപ്പോഴേ ഇവിടെയുള്ള എല്ലാവരും സന്തോഷിച്ചു. അവൻ എല്ലാവർക്കും ഒരു തുണയാകുമെന്ന് കരുതി. പക്ഷേ 10 രൂപ നോട്ട് താഴെ ഇട്ട് കൊടുത്താൽ നക്കിയെടുക്കുന്നവനാണ്. അമ്മയെന്നോ പെങ്ങന്മാരെന്നോ ആരും അവനില്ല. ഈ കോളനിയിലെ എല്ലാ മുക്കും മൂലയും അവനെ അറിയാം. എന്ത് ചെറ്റത്തരം കാണിക്കാനായിട്ട് പുറത്തുനിന്ന് ആൾ വന്നാലും അവർക്കൊക്കെ കൂട്ട് ഇവനാണ്. ഇപ്പോൾ ഈ കോളനിയിലെ അമ്മമാരുടെ കണ്ണീര് കൂട്ടി കുഴച്ച് ഉപ്പാക്കിയാണ് അവൻ ചോറുണ്ണുന്നത് എന്നൊക്കെ, എന്തും ചെയ്യും, വൃത്തികെട്ട നാറി ചെറ്റയാണെന്നൊക്കെ രാച്ചിയമ്മ പറയുന്നുണ്ട്. പിന്നെ അവൻ അന്ന് ഫോട്ടോ കാണിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇനി ബുള്ളറ്റ് വിജയനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാകില്ലല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ്. അത് പറയാൻ പറ്റില്ല. എൻ്റെ മുഖത്ത് നിന്ന് ഇവിടെ ഉള്ളത് രോഹിത്താണെന്ന് അവൻ വായിച്ചെടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവന് ഇങ്ങോട്ട് വരില്ലേ, ഇവർ എവിടെയെങ്കിലും മാറ്റണ്ടേ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുകയാണ്. പക്ഷേ ഇപ്പോഴവൻ വരാൻ സാധ്യതയില്ല. രോഹിത്തിനെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് എന്നവന് തോന്നിക്കാണും. അവൻ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു എന്ന് തോന്നുമ്പോൾ രോഹിത്തിനെ നമ്മൾ പുറത്തിറക്കുമല്ലോ, അപ്പോഴിങ്ങോട്ടത്തേക്ക് ഇടിച്ചു കയറാനാവും അവൻ്റെ ഒരു പ്ലാൻ. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം രോഹിത്തിനെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയാൽ അവൻ എന്തെങ്കിലും ചെയ്യും. അടിവാരത്തുള്ള പയ്യന്മാരെ എല്ലാവരെയും കള്ളും കഞ്ചാവും ഒക്കെ കൊടുത്ത് അവൻ സ്വന്തം വരുതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി എന്താ വഴി എന്നിങ്ങനെ അവർ ആലോചിക്കുകയാണ് രോഹിത്തിനെ സംരക്ഷിക്കാനായിട്ട്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഈ ശാരദയുടെ കൊക്കിൽ അവസാന ശ്വാസം പോയിട്ടേ ഈ രോഹിത് മോനെ ആരെങ്കിലും തൊടൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉറച്ച എന്തോ ഒരു ധൈര്യത്തിൽ ശാരദാമ്മയെ നിൽക്കുകയാണ്. ഇതേ സമയം സത്യഭാമ ശാലിനിക്ക് വന്ന രജിസ്ട്രേഡുമായിട്ട് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അന്നേരം കാറിൽ വളരെ സന്തോഷത്തിലാണ് ഭാമ ഇരിക്കുന്നത്. രജിസ്ട്രേഡ് കൈ തന്നെ പിടിച്ചിട്ടുണ്ട്. പാറക്കുട്ടിയെ കാണാമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ഭാമ. തുടർന്ന് ആ വീട്ടിൻ്റെ ആ ഗേറ്റിൻ്റെ അങ്ങ് പിറകിലോട്ട് തന്നെ വണ്ടി നിർത്തിയിട്ട് ഭാമ ഇറങ്ങി വരികയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ ജീപ്പൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ട്. തുടർന്ന് ഭാമ മുറ്റത്തേക്ക് വരുമ്പോൾ അവിടെ ആ വീട്ടിൻ്റെ ഫ്രണ്ട് മൊത്തം പുകയാണ്. അന്നേരം ഇതെന്താ പുക എന്നും പറഞ്ഞ് ആകെ വെപ്രാളപ്പെട്ട് ഭാമയാണെങ്കിൽ ഗിറിലൊക്കെ അങ്ങ് തള്ളി തുറക്കുകയാണ്. അന്നേരം വിഷ്ണു, ശാലിനി എന്നൊക്കെ ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ ആരും ഇല്ലേ, മോൾ എവിടെ എന്നൊക്കെ ചോദിച്ച് ഭാമയ്ക്ക് ആകെ ഒരു വെപ്രാളമാണ്. പുക ഇനി വല്ലതും കത്തിപ്പിടിച്ചോ എന്നുള്ളവരൊക്കെ ഒരു ഉദ്ദേശമാണ് ഭാമയുടേത്. അന്നേരം ശാലിനിയാണെങ്കിൽ കയ്യിലില്ല കുന്തിരിക്കാൻ പുകയ്ക്കുന്ന പാത്രവുമായിട്ട് അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ഇതെന്താടി ഇവിടെ, നീ പുകച്ച് പുറത്ത് ചാടിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ അങ്ങ് ചിരിച്ച് സംസാരിക്കുകയാണ്. ഇത് കുന്തിരിക്കമാണ് സത്യാമ്മേ. കുന്തിരിക്കത്തിൻ്റെ പുക മനസ്സിനും ശരീരത്തിനും ഉണർവ് നൽകും, വീട്ടിന് നല്ല ഐശ്വര്യവും ഉണ്ടാക്കും എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഭാമ ആ കാര്യം ആലോചിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ അന്ന് ശാലിനിയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം സുസ്മിത അന്ന് വിഷമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരുന്നപ്പോൾ ശാലിനി അവിടെ ഇങ്ങനെ കുന്തിരിക്കം വെച്ച് പുകയൊക്കെ ഉണ്ടാക്കിയപ്പോൾ സുസ്മിത വന്ന് വഴക്ക് പറഞ്ഞില്ലേ, ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുവാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. സുസ്മിതയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ഇവിടെ ചെയ്യരുത് എന്ന് ഭാമ പറഞ്ഞത് ഓർക്കുകയാണ്. അന്നേരം അത് രണ്ടുപേരും ഓർക്കുന്നുണ്ട്. അന്നേരം നീ പഴയതൊന്നും മറന്നിട്ടില്ല അല്ലേ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും മറക്കാൻ പാടില്ലല്ലോ എന്ന് ശാലിനിയും പറയുകയാണ്. വീട്ടിന് ഐശ്വര്യമൊക്കെ ഉണ്ടാക്കും കുന്തിരിക്കം, ഈ തൊഴുത്തിലും അതിനെ ഐശ്വര്യം ഉണ്ടാക്കാനാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഈ തൊഴുത്ത് നമുക്ക് പിന്നെ ഒരു കൊട്ടാരം തന്നെയാണ് സത്യാമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിയും തിരിച്ച് സംസാരിക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഇവിടെ മറുപടി ഇല്ല. അന്നേരം എൻ്റെ മോൾ എവിടെ, കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അവൾ വിഷ്ണുവേട്ടൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടാന്ന് വിളിക്കുകയാണ്. തുടർന്ന് വിഷ്ണു ശാലിനിയും കൊച്ചിനെയും കൊണ്ടിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ അച്ഛൻ്റെ മോള് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് സത്യഭാമ നിൽക്കുന്നത് കാണുന്നത്. ഭാമ ഓടിച്ചെന്ന് എൻ്റെ കൊച്ചുമോളിഞ്ഞ് വന്നേ, പാറക്കുട്ടിഞ്ഞേന്ന് വന്നേന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞിനെ വലിച്ചൊക്കെ എടുത്ത് കൊഞ്ചിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുളിച്ച് മോളങ്ങ് സുന്ദരി ആയല്ലോ എന്നും പറഞ്ഞ് വളരെ സന്തോഷത്തിൽ സംസാരിക്കുകയാണ്. അന്നേരം ഇത് കണ്ട് വിഷ്ണു ആണെങ്കിലോ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം എന്താണെന്ന് ഇങ്ങനെ കണ്ണുകൊണ്ട് ശാലിനിയോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം എന്നൊക്കെ. തുടർന്ന് ഭാമയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞങ്ങ് വല്ലാതെ ബഹളം വയ്ക്കുകയും
ഒക്കെ ചെയ്യുകയാണ്. അന്നേരം എന്ത് പറ്റി മോൾക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ആ സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് കുഞ്ഞിനെ വാങ്ങുന്നുണ്ട്. അന്നേരം മോൾക്ക് എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞാണെങ്കിലും അവളും ചിലതൊന്നും മറന്നു കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയുടെ മുഖം വീണ്ടും ദേഷ്യത്തോടു കൂടി വരികയാണ്. എന്നിട്ട് വിഷ്ണു വീണ്ടും ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ കാണാൻ വന്നതാണോ എന്ന്. അന്നേരം അല്ല, ഞാൻ അതിനൊന്നും വന്നതല്ല, അത് ഇവൾക്ക് എന്തോ ഒരു ലെറ്റർ വന്നു, അത് തരാനായിട്ട് വന്നതാണെന്നും പറഞ്ഞ് അത് ശാലിനിയുടെ നേരെ നീട്ടുന്നുണ്ട്. അന്നേരം ശാലിനി അത് വാങ്ങുകയാണ്. പക്ഷെ വിഷ്ണുവിനും ശാലിനിക്കും ഒക്കെ ചിരിയാണ് വരുന്നത്. ഈ ഭാമയുടെ വെപ്രാളവും കുഞ്ഞിനോടുള്ള സ്നേഹം കാണിക്കണമെന്നുണ്ട്, പക്ഷേ കാണിച്ചാൽ ഇവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു വെപ്രാളവും ഒക്കെയാണ് ഭാമയുടെ മുഖത്ത്. തുടർന്ന് ഞാൻ ഇറങ്ങുകയാണ് വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണുവിനെ നോക്കി പറയുകയാണ്. അന്നേരം എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ സത്യാമ്മയെന്ന് പറയുമ്പോൾ അത് ഈ പോകുന്ന വഴിക്ക് എവിടെയായാലും ഇഷ്ടം പോലെ കിട്ടുമെന്ന് പറയുകയാണ്. അന്നേരം അതൊക്കെ വില കൊടുത്ത് വാങ്ങുന്നതല്ലേ, വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ എന്നിങ്ങനെ പറയുമ്പോൾ ഇത്രയും കാലം സത്യഭാമ എങ്ങനെയായിരുന്നോ അങ്ങനെ അങ്ങ് ജീവിച്ചോളാം, നീ എന്നെ കൂടുതലായിട്ട് പഠിപ്പിക്കാനൊന്നും വരണ്ട, നിനക്ക് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെങ്കിൽ ഇവനെ അങ്ങോട്ട് പഠിപ്പിക്കുമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ നേരെ കൈ ചൂണ്ടി കാണിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ചിരി വരികയാണ്, വിഷ്ണുവിനും ചിരി വരുന്നുണ്ട്. തുടർന്ന് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭാമ അങ്ങ് ഇറങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ ശാലിനി നോക്കി എന്താ ഇതൊക്കെയെന്ന് ഇങ്ങനെ കൈ മലർത്തി ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. തുടർന്ന് ഇറങ്ങാൻ നേരവും കുഞ്ഞിനെ ഒന്ന് തലോടണമെന്ന് ഭാമയ്ക്ക് തോന്നുന്നുണ്ട്. കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൈ കൊണ്ടുവരുമ്പോൾ ശാലിനിയുടെ മുഖം നോക്കുകയാണ്. അന്നേരം ദേഷ്യം അങ്ങ് നടിച്ചിട്ട് ഭാമ അങ്ങ് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴും മുറ്റത്തെ ജീപ്പ് കിടക്കുന്നത് ഭാമ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. അന്നേരം ഭാമ വില്യംസ് വന്ന ജീപ്പ് വാങ്ങിയതും കുഞ്ഞിനെ കൊണ്ട് വിഷ്ണു താക്കോല് വാങ്ങിപ്പിച്ചതും ആ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഒരു നിമിഷം അവിടെ നിന്ന് സത്യഭാമ ഓർക്കുകയാണ്. അതിനു മുമ്പേ ഭാമ ഇറങ്ങാൻ നേരം സത്യമ്മ വേണമെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ പിന്നെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറയുകയാണ്. അന്നേരം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അല്ല, കുഞ്ഞിനെ കുറച്ച് പരിചയമാകുന്നതെങ്കിൽ പരിചയമായിക്കോട്ടെ എന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ശാലിനി കളിയാക്കുകയാണ്. അന്നേരമാണ് നീ എന്നെ ഒന്നും പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുന്നത്. പിന്നീട് ഭാമ ഇങ്ങനെ ജീപ്പിൻ്റെ അവിടെ നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ വാതിൽക്കൽ ഇറങ്ങി വന്നിട്ട് ആ ജീപ്പിൽ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ ഒരു വിജയി ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അന്നേരം ജയിച്ചു എന്നാണോ നീ കരുതുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം തോൽക്കാൻ പറ്റില്ലല്ലോ അമ്മയെന്ന് ഇങ്ങനെ വിഷ്ണു തിരിച്ചു ചോദിക്കുകയാണ്. അന്നേരം എവിടെയൊക്കെ നീ ജയിച്ചാലും എൻ്റെ കൊച്ചുമോളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കരുതെന്ന് നീ അവളോട് പറഞ്ഞേക്കണമെന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുകയാണ്. അതിനുശേഷം ഭാമ അങ്ങ് കാറിനടുത്തേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണു അങ്ങ് സങ്കടത്തോടെ തന്നെയാണ് ഭാമയെ നോക്കുന്നതും ഭാമയുടെ മുഖവും സങ്കടം തന്നെയാണ് വിഷ്ണുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും. തുടർന്ന് കാറിനടുത്തേക്ക് ചെന്ന് ഡോർ തുറക്കാൻ നേരം ഭാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണു അങ്ങ് സങ്കടം മാറ്റിയിട്ട് ഇല്ല എന്തോ വേറെ എങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയാണ്. അതായത് മനഃപൂർവ്വം വിഷ്ണു അങ്ങനെ കാണിക്കുക തന്നെയാണ്. തുടർന്ന് സത്യഭാമ അങ്ങ് കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു വീണ്ടും അങ്ങ് ഭാമയെ തന്നെ നോക്കുന്നുണ്ട്. ഭാമ അത് വണ്ടിയിലിരുന്ന് കാണുന്നുണ്ട്. കാറ് മാറുന്നത് വരെയും വിഷ്ണുവിനെ തന്നെ ഭാമ നോക്കിയാണ് കാറിലിരിക്കുന്നത്. തുടർന്ന് ശാലിനി ലെറ്റർ പൊട്ടിച്ച് വായിക്കുന്നുണ്ട്. അന്നേരം എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അന്നേരം സിവിൽ സർവീസിൻ്റെ ഒരു ലെറ്ററാണ് എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എന്തായാലും അമ്മയല്ലേ കൊണ്ടുവന്നത്, ഐശ്വര്യം വന്ന് കയറുകയാണ് എന്നതിൻ്റെ സൂചനയാണ് എന്ന് പറയുന്നുണ്ട്. തുടർന്ന് പിന്നീട് ആ ലെറ്ററിനെ കുറിച്ചൊന്നും പറയുന്നില്ല. തുടർന്ന് ഞാൻ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ വിഷ്ണുവേട്ടാന്ന് ശാലിനി ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല, അത് പറഞ്ഞതിനൊന്നും കുഴപ്പമില്ല, പിന്നെ കരിമ്പാറക്കെട്ട് ഒന്ന് ഉലഞ്ഞതിൻ്റെ സൂചനയാണ് അമ്മ ഈ ലെറ്ററും കൊണ്ട് പാറക്കുട്ടിയെ കാണാനായാലും ലെറ്ററും കൊണ്ട് അങ്ങനെ ഇവിടത്തേക്ക് വന്നത്, അത് അമ്മയുടെ പിണക്കം കുറച്ച് മാറി തുടങ്ങി എന്നതിൻ്റെ സൂചനയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം കലങ്ങി തെളിയും. ആ നുണ പരിശോധനയിൽ നിന്ന് സുസ്മിതയ്ക്ക് എന്തായാലും രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല. എല്ലാ ഊരാക്കുടുക്കിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടെങ്കിലും ഇതിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു സമ്മതിച്ച് നിൽക്കുമ്പോൾ പാറക്കുട്ടി അവിടെ കരയുകയാണ്. അന്നേരം അവൾ പിണങ്ങിയും തോന്നുന്നു പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ശാലിനി അങ്ങ് പോവുകയാണ്. ഇതേസമയം ഗോഡൗണിൽ കസേരയിൽ സുസ്മിതയെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. സുസ്മിത ആണെങ്കിൽ അങ്ങ് ആകെ വിയർത്ത് അങ്ങ് ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ്. അന്നേരം ഏതെങ്കിലും ഒരു റിസോർട്ടിൽ നല്ല തണുത്ത വെള്ളത്തിൽ കിടക്കേണ്ട സമയത്ത് ഈ ഗോഡൗണിൽ ഇങ്ങനെ പുഴുങ്ങിയിരിക്കാനാണല്ലോ എൻ്റെ വിധി എന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ കെട്ടൊക്കെ ഇങ്ങനെ വലിക്കാൻ കൈയൊക്കെ ഇട്ട് ഇങ്ങനെ വെട്ടിക്കുകയാണ്. അന്നേരം ഒരു കൈ ഇങ്ങനെ ലൂസാവുകയാണ്. അന്നേരം ഇതല്പം ലൂസാണല്ലോ എന്നിങ്ങനെ സുസ്മിത ചിന്തിക്കുകയാണ്. ആ ശവങ്ങൾ ഭക്ഷണം വാങ്ങിക്കാനായിട്ട് പോയിരിക്കുകയായിരിക്കും, ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാലൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ
ശ്രമിച്ചാൽ രക്ഷപ്പെടാൻ സാധിക്കും എന്നിങ്ങനെ സുസ്മിത ഓർക്കുകയാണ്. അന്നേരമാണ് ആ ഫ്രണ്ടിൽ കുറച്ചപ്പുറം ഒരു മേശപ്പുറത്ത് തൻ്റെ ഫോൺ ഇരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ഫോണെങ്കിലും എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്നും പറഞ്ഞ് കൈ നന്നായിട്ട് വെട്ടിക്കുമ്പോൾ ഒരു കയ്യിലെ കെട്ട് അതങ്ങ് അഴിയുകയില്ല, നന്നായിട്ട് ലൂസായി അതങ്ങ് അഴിയുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. അത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ സുസ്മിത ആ കെട്ടൊക്കെ അഴിച്ച് ഫോൺ എടുക്കാൻ ശ്രമിക്കുമായിരിക്കും. പക്ഷേ അതിനു മുമ്പ് സരോജവും ആ ചേച്ചിമാരും എത്തുമെങ്കിൽ അവർ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ സുസ്മിത രക്ഷപ്പെടും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും നുണ പരിശോധനയ്ക്ക് സുസ്മിതയെ ഹാജരാക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പോൾ പൊന്നി തലയിൽ ഓർമ്മയൊക്കെ വീണ തലയിൽ ഒരു കെട്ടൊക്കെ ആയിട്ട് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് ഈ സുസ്മിതയെ തട്ടിക്കൊണ്ടുപോയ കഥ പറയും. ബാക്കി ഇനി എന്താണെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ. രോഹിത്തിനെ എന്തായാലും ശാരദാമ്മ രക്ഷിക്കും. ഓക്കെ, താങ്ക് യു.